നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താർ ജീപ്പ് പിന്തുടർന്ന് പാനൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിൽ. അറസ്റ്റിലായത് കൂത്തുപറമ്പ് സ്വദേശികൾ. സ്വകാര്യ ബസ്സിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്ക് 5 വർഷം തടവും പിഴയും. പഴയങ്ങാടിയിലെ D രുദീഷിനെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം തലശ്ശേരി കോടതി ശിക്ഷിച്ചത്. കണ്ണൂരിൽ 1 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിൽ വീഴ്ചയെന്ന് പരാതി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. അമൃത് ഭാരതിൽ മുഖം മിനുക്കിയതിനു പിന്നാലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മസാജ് സെന്ററും ബാർബർ ഷോപ്പും സൂപ്പർ മാർക്കറ്റും വരുന്നു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ റൂമും സജ്ജീകരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താർ ജീപ്പ് പിന്തുടർന്ന് പാനൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിലായി. ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്താണ് മാരക മയക്കുമരുന്നായ MDMA പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശികളായ 4 പേർ അറസ്റ്റിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താർ ജീപ്പ് പിന്തുടർന്ന് പാനൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിലായി. ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്താണ് മയക്കുമരുന്നായ MDMA പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശികളായ 4 പേർ അറസ്റ്റിലായി. സംസ്ഥാന വ്യാപക മയക്കുമരുന്ന് വിരുദ്ധ നടപടികളുടെ ഭാഗമായി നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ MDMA-യുമായി 4 പേരെ പാനൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയാസ്പദമായി സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്ന പോലീസ് സംഘം ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വെച്ചാണ് വാഹനം തടഞ്ഞത്. 0.43 ഗ്രാം MDMA പ്രതികളിൽ നിന്ന് കണ്ടെത്തി. തുടർന്ന് വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങൾ അഴിച്ച് പരിശോധന നടത്തി. വേരമറിഞ്ഞ് നിരവധി നാട്ടുകാരും തടിച്ചുകൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശികളായ താഴെപ്പാറമൽ അബ്ദുൽ സലാം, ഇലച്ചപ്പറമ്പത്ത് മുഹമ്മദ് ഫാരിസ്, നേർക്കുന്നുമ്മൽ M റിയാസ്, പുത്തൻപുരയിൽ K ആഷിഫ് എന്നിവരെ പിടികൂടി. ഇവർ സഞ്ചരിച്ച താർ ജീപ്പും കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത ലഹരിമരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും മറ്റാർക്കൊക്കെ ഇതുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തുന്നതിനായി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പാനൂർ പോലീസ് സ്റ്റേഷനിലെ SI-മാരായ മുഹമ്മദ് ഷജീർ, മുഹമ്മദ് സഹദ്, K റജിലേഷ്, മരിയ പ്രിൻസ്, SCPO-മാരായ ജിജിൽ, ലിനീഷ്, സിജിൻ എന്നിവരും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമിലെ SI ഷജീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. മയക്കുമരുന്ന് കടത്ത്, വിൽപ്പന, ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ പരിശോധനകളും നിരീക്ഷണവും തുടരുമെന്നും സംശയാസ്പദമായ വിവരങ്ങൾ പൊതുജനങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും അധികാരികൾ അഭ്യർത്ഥിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്ക് 5 വർഷം തടവും പിഴയും വിധിച്ച് തലശ്ശേരി കോടതി. പഴയങ്ങാടിയിലെ D രുദീഷിനെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം 5 വർഷവും 3 മാസവും കഠിന തടവിനും 1.5 ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചത്. വിഘ്നേശ്വര ബസ് ഡ്രൈവർ പഴയങ്ങാടി 7 ചെങ്ങൽ നടക്കൽ ഹൗസിൽ D രുദീഷിനെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജ് CJ ഡെന്നി ശിക്ഷിച്ചത്. പിഴയടച്ചാൽ തുക മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ ഹാജരായി. ബസ് തകരാറായതിനെ തുടർന്ന് റോഡരികിലിറങ്ങി നിൽക്കുകയായിരുന്ന യാത്രക്കാരെ പിലാത്തറ ഭാഗത്തുനിന്ന് വന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുഫീദ്, സുജിത്ത്, മുസ്തഫ, സുബൈദ, കരീം എന്നിവർ അപകടത്തിൽ മരിച്ചു. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. 2017 നവംബർ 4 രാത്രി 7:15 ചെറുതാഴം മുണ്ടൂർ മുസ്ലിം പള്ളിക്ക് സമീപം KSTP റോഡിലാണ് സംഭവം. 51 സാക്ഷികളിൽ 21 പേരെ വിസ്തരിച്ചു. സാക്ഷികളിൽ ഭൂരിഭാഗവും കൂറ് മാറിയിരുന്നു. കണ്ണൂരിൽ 1 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിൽ വീഴ്ചയെന്ന് പരാതി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മുഖത്തെ മുറിവിന് സ്റ്റിച്ചിടാനാണ് അനസ്തേഷ്യ നൽകിയത്.
ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ എരമം സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റത്. ചുണ്ടിലും മുഖത്തുമായിരുന്നു പരിക്ക്. ആദ്യം മാതമംഗലത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രഥമ ചികിത്സ നൽകി. തുടർന്ന് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. സ്റ്റിച്ചിടാൻ വേണ്ടിയാണ് ഡോക്ടേഴ്സ് കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയത്. ഇതോടെ കുഞ്ഞിന് ബോധം നഷ്ടമായി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. അനസ്തേഷ്യ നൽകിയപ്പോൾ ഹൃദയസ്തംഭനമുണ്ടായെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇരിട്ടിയിൽ പ്രഭാത വ്യായാമത്തിനിടെ അഭിഭാഷകൻ കുഴഞ്ഞു വീണു മരിച്ചു. മാടത്തിയിൽ ഏടൂർ റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപം അനന്യ നിവാസിൽ അഡ്വക്കേറ്റ് ടി സുരേഷ് ബാബുവാണ് കുഴഞ്ഞു വീണത്. വീടിന് സമീപം പ്രഭാത വ്യായാമത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതരായ കൃഷ്ണന്റെയും മാധുവിന്റെയും മകനാണ്. റിട്ടയർഡ് പഞ്ചായത്ത് UD ക്ലർക്കായിരുന്നു. 20 വർഷത്തോളം എയർഫോഴ്സിൽ ജോലി ചെയ്ത ശേഷം നിയമ പഠനം പൂർത്തിയാക്കി കൂത്തുപറമ്പ് ബാറിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് പഞ്ചായത്ത് സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചത്. മുഴക്കുന്ന് പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. പായം പഞ്ചായത്തിൽ നിന്ന് UD ക്ലർക്കായാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. രചനയാണ് ഭാര്യ. അശ്വിൻ, അനന്യ എന്നിവർ മക്കളും സ്വാധീന്ത മരുമകളുമാണ്. അഡ്വക്കേറ്റ് സുനിൽകുമാർ, പരേതരായ ഗോവിന്ദൻ, രവീന്ദ്രൻ, വിജയൻ എന്നിവർ സഹോദരങ്ങളാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മൃതദേഹം സംസ്കരിക്കും. കോഴിക്കോട് റെയിൽവേ ക്ലോക്ക് ടവർ അപകടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ തീവ്ര ശ്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ റെയിൽവേ ഇതിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വ്യാഴാഴ്ച രാത്രി വടം ഉപയോഗിച്ച് 3 തവണ കെട്ടിടാവശിഷ്ടങ്ങൾ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ 2-3 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. നിലവിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയുമാണ് തിരിച്ചുവിടുന്നത്. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ അധികാരികൾ അറിയിച്ചു. യാത്രാക്ലേശം പരിഹരിച്ച് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയ ശേഷം ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. അമൃത് ഭാരതിൽ മുഖം മിനുക്കിയതിന് പിന്നാലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മസാജ് സെന്ററും ബാർബർ ഷോപ്പും സൂപ്പർ മാർക്കറ്റും വരുന്നു. പൊതുജനങ്ങൾക്കടക്കം ഉപകാരപ്രദമായ 61 സേവനങ്ങളാണ് റെയിൽവേ ഒരുക്കുന്നത്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ റൂമും ഒരുക്കും. റെയിൽവേ സ്റ്റേഷനിൽ മസാജ് സെന്ററും ഐസ്ക്രീം പാർലറും ഉൾപ്പെടെ സജ്ജീകരിക്കും. മെഡിക്കൽ റൂമും ഇതോടനുബന്ധിച്ച് ഉണ്ടാകും. ബാർബർ ഷോപ്പ് മുതൽ പലവ്യഞ്ജന സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വരെ സ്റ്റേഷനിൽ തുടങ്ങാൻ റെയിൽവേ തയ്യാറാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച സ്റ്റേഷന്റെ ഉദ്ഘാടനം ചെയ്യുന്നതോടെ റെയിൽവേ ബോർഡ് ആവിഷ്കരിച്ച സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉപകരിക്കുന്ന വ്യാപാരം ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ റൂം ഒരുക്കുക. മസാജ് സെന്ററും ഐസ്ക്രീം പാർലറും ജനൌഷധി ഔട്ട്ലെറ്റും തുടങ്ങാൻ ആളുകളായി. 1-ാം പ്ലാറ്റ്ഫോമിന് മുകളിലെ സ്ഥലം ഉപയോഗിച്ച് റിട്ടയറിംഗ് റൂം ഒരുക്കാനും ആളുകളെ തേടുകയാണ് റെയിൽവേ. സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളും റെയിൽവേ നൽകും. മറ്റ് സൗകര്യങ്ങൾ കരാർ എടുക്കുന്നവർ ഒരുക്കണം. TC റോഡിന് അഭിമുഖമായാണ് മുറികൾ ഒരുക്കുക. സ്റ്റേഷനിലെത്തുന്നവർക്കും പുറത്തുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് സേവനങ്ങൾ ഒരുക്കുക. ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാനുള്ള സൗകര്യവും നൽകും. ഇതുൾപ്പെടെ 61 സേവനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ലഭ്യമാക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. തലശ്ശേരിക്ക് പുറമെ പാലക്കാട് ഡിവിഷനിൽ പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, കുറ്റിപ്പുറം, തിരൂർ, പരപ്പനങ്ങാടി, ഫറൂഖ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, കണ്ണൂർ, പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗളൂരു സ്റ്റേഷനുകളിലും ഈ സൗകര്യം ലഭ്യമാക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ.
Talisheri Institute of Advanced Studies, TIAS, Kundurmala Punya West, Talisheri. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, BCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847-904444, 9847-404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പോലീസ് നശിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡി IPSന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് നശിപ്പിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ AV ജോൺ, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ VA സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 127 കേസുകളിൽ നിന്നായി പിടിച്ചെടുത്ത 57.226 കിലോ കഞ്ചാവ്, 2.01003 കിലോ മെത്താഫിറ്റമിൻ, 54 ഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നശിപ്പിച്ചത്. പാഠപുസ്തകങ്ങളിൽ പഠിച്ച കൃഷിയുടെ നേരറിവുകൾ തേടി വിദ്യാർത്ഥികൾ വയലിലിറങ്ങി നെൽകൃഷി ചെയ്യാൻ തുടങ്ങി. നാടൻപാട്ടിന്റെ താളത്തിലാണ് വിളക്കോട്ടൂർ LP സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി ആരംഭിച്ചത്. പാഠം 1 പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിളക്കോട്ടൂർ പുതുവയലിൽ കുട്ടികളും അധ്യാപകരും കർഷകരുടെ സഹായത്തോടെ നെൽകൃഷിക്ക് തുടക്കമിട്ടത്. കാർഷിക മേഖലയിൽ സജീവമായി വിളക്കോട്ടൂർ LP സ്കൂൾ വിദ്യാർത്ഥികൾ. നാടൻപാട്ടിന്റെ താളത്തിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലെത്തി. ആദ്യമായാണ് കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ വയലിലിറങ്ങി കൃഷി ചെയ്തത്. വിളക്കോട്ടൂർ പുതുവയലിലാണ് ഇവർ നെൽകൃഷി ആരംഭിച്ചത്. പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി വിളക്കോട്ടൂർ LP സ്കൂൾ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ആരംഭിച്ചത്. നാടൻ പാട്ടിൻ്റെ താളവും ആവേശവും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ കൃഷി. ചെടിയിൽ ചവിട്ടി ഞാറ് നട്ടപ്പോൾ വിദ്യാർത്ഥികളുടെ ആവേശം പ്രകടമായിരുന്നു. കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാനും തങ്ങളുടെ തീന്മേശകളിലേക്ക് ഭക്ഷണം എത്തുന്നതിന് പിന്നിലെ കർഷകരുടെ അധ്വാനം തിരിച്ചറിയാനും ഈ പ്രവർത്തനം വിദ്യാർത്ഥികൾക്ക് അവസരമായി. വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാർഷിക പ്രക്രിയകൾ അടുത്തറിയുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ കാർഷിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയും ചർച്ചയായി. സ്കൂൾ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൃഷിക്ക് അധ്യാപകരായ T സുരേഷ്, TP അനീഷ്, VP ലിൻസി, P രമ്യ, SN ശ്രീരാഗ്, OK അഭിനവ്, വിഷ്ണുലാൽ എന്നിവർ നേതൃത്വം നൽകി. കൃഷിയിലൂടെ പ്രകൃതിയോടുള്ള അടുപ്പവും കാർഷിക സംസ്കാരവും വിദ്യാർത്ഥികളിൽ വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പൊതുപ്രവർത്തകൻ, പ്രഭാഷകൻ, പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റി എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KP ദാമോദരൻ മാസ്റ്ററുടെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും ആദരായനവും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചേർന്നിരുന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭൂരിപക്ഷം 75% പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിറകിൽ മനോഹരമായ ഒരു കെട്ടിടം രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വന്നിരുന്നുകൊണ്ട് ഏത് സമയത്തും വന്നിരുന്നുകൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ വായിക്കാനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം എന്നുള്ളൊരു സങ്കല്പത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതും വൈകാതെ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഇതിനൊക്കെ നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മാഷെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നേതൃശേഷി, അദ്ദേഹത്തിൻ്റെ നേതൃശേഷി പതിനൊരു മേഖലയാണ് അധ്യാപന രംഗമെന്ന് പറയുന്നത്. അധ്യാപന മേഖലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന അധ്യാപകർ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടനയുടെ സംസ്ഥാനതല നേതാവായിട്ട് കൂടി ഇതിനപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള വലിയ മനുഷ്യനാണ് അദ്ദേഹം. നല്ലൊരു അധ്യാപക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ അധ്യാപന രംഗത്തെ പ്രവർത്തനം പോലെ തന്നെ ഞങ്ങൾ ഓർക്കുകയാണ്. അധ്യാപന രംഗത്തേക്ക് വരുമ്പോൾ മാഷ് വളരെ തലയെടുപ്പോടെ ശേഷവും നേതൃത്വം കൊടുത്തത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഏത് മേളകൾ വരുമ്പോഴും വാർഡ് അംഗം സുരേഷ് കല്ലുമ്മൽ അധ്യക്ഷത വഹിച്ചു.
കിം പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 2ാം റാങ്ക് നേടിയ ധ്യാൻ തേജ് മണപ്പാട്ടി MBBS കരസ്ഥമാക്കിയ ഡോക്ടർ റതിൻ ദേവ്, പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം നോവൽ രചിച്ച സന്തോഷ് ഇല്ലോളിൽ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് P. മനോജ് കുമാർ, N. റീന, ചോയൻ ബാലകൃഷ്ണൻ, KK കുമാരൻ, PK ദിവാകരൻ, CV അരവിന്ദ്, ജയൻ ചെട്ടിയാൻ, PV വത്സൻ, P. ഗോപാലൻ, K. ചന്ദ്രേ, K. ശൈലജ, MP രസിത, ശ്രീധരൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ഷേത്ര മാതൃസമിതികളുടെ കൂട്ടായ്മയിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നടന്നു. പത്മനാഭസ്തു നയനേ ശിരോ ദാമോദരോ മമ ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസേതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. അസ്യ ശ്രീ വിശ്വകീനന്ദന സൃഷ്ടേതി ശക്തിഃ ഉദ്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശങ്കവൃന്ദകീ ചക്രീതി കീലകം ശാസ്ത്രന്മാദാദരനിത്യസ്ത്രം രഥാംഗപാണി രക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമസാമകസാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനിഃ ഋതുസുദർശനകാല ഇതി ഗന്ധഃ ശ്രീ വിശ്വരൂപ ഇതി ജ്ഞാനം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക് ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക് ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold,
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം നേതാവുമായിരുന്ന CS ബാബുവിന്റെ 8ാം ചരമവാർഷികം കടവത്തൂരിൽ ആചരിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം നേതാവുമായിരുന്ന കടവത്തൂരിലെ CS ബാബുവിന്റെ 8ാം ചരമവാർഷികം ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രകടനവും അനുസ്മരണ പൊതുസമ്മേളനവും കടവത്തൂരിൽ നടന്നു. കൊയിലത്ത് സ്കൂൾ പരിസരത്തു നിന്നുമാണ് അനുസ്മരണ പ്രകടനം ആരംഭിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ പാനൂർ മേഖലയിൽ എങ്ങനെയാണ് പുരോഗമന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നത് എന്ന് നിങ്ങൾക്കൊക്കെ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകൾക്ക് വിധേയമാകേണ്ടിവന്ന ജനതയാണ് ഉണ്ടായിരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, കൃഷിക്കാരായിട്ടുള്ള ജനത അനുഭവിച്ചു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പോരാടി അടിപൊളിയാൻ ഉയർന്നു വന്ന ഒരു പ്രദേശമാണ്. ഇന്ന് പാനൂർ മേഖലയിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ചുകൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഇന്നത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം. ആ പ്രവർത്തനങ്ങളിൽ
നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഈ പ്രദേശത്ത് പാർട്ടി കെട്ടിക്കൊടുക്കാൻ വളർത്തിയെടുക്കാൻ ജീവിത കാലഘട്ടം മുഴുവൻ പ്രവർത്തിച്ച ഒരു നല്ല സേനാവായിരുന്നു വിശ്വസിക്കുന്നത്. CPM ലോക്കൽ സെക്രട്ടറി PK മുകുന്ദൻ അധ്യക്ഷനായി. പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MTK ബാബു, OK വാസു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. VP നാണു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും ശില്പശാലയും നടന്നു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടന്നത്. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും ശില്പശാലയും നടന്നു. AEO A പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷകനും സാഹിത്യകാരനുമായ ബിജു കാവിൽ മുഖ്യാതിഥിയായി. മിഠായി തിന്നും തിരക്കുകൊണ്ടാവണം കിട്ടിയില്ലുത്തരമൊന്നും, മിഠായി തിന്നും തിരക്കുകൊണ്ടാവണം കിട്ടിയില്ലുത്തരമൊന്നും, പുഞ്ചിരി കാണുകയാൽ പിന്നെയും ചോദിച്ചു എഞ്ചിനീയർ ആവാനോ മോഹം, നിനക്ക് എഞ്ചിനീയർ ആവാനോ മോഹം. തിരിയാണ് മിഠായി തിന്നും തിരക്കുകൊണ്ടാവണം കിട്ടിയില്ലുത്തരമൊന്നും. ഉത്തരമൊന്നും പറഞ്ഞു. അപ്പാണ് മുത്തശ്ശി അപ്പോൾ അവന്റെ കവിളത്ത് മുത്തം കൊടുത്തു ചോദിച്ചു, മുത്തശ്ശി അപ്പോൾ അവന്റെ കവിളത്ത് മുത്തം കൊടുത്തു ചോദിച്ചു. ഒരു ഉമ്മ കൊടുത്തിട്ട് മുത്തശ്ശി ചോദിച്ചു, മുത്തശ്ശി രോഗം പിടിച്ചു കിടക്കുമ്പോൾ എത്തും നീ ഡോക്ടറായല്ലേ. ശരി, മുത്തശ്ശി രോഗം പിടിച്ചു കിടക്കുമ്പോൾ എനിക്ക് ഡോക്ടറായിട്ട് വരില്ല, അതായില്ലേ എന്ന് മിണ്ടാത്തത്. കുട്ടി പറഞ്ഞൊരു മറുപടി, ഞാൻ വലുതായാൽ പറയുകയാണ് കുട്ടി, ഞാനാവാനാണ് എന്റെ മോഹം, ഞാനാവാനാണ് എന്റെ മോഹം. കുറ്റബോധത്താൽ തല താഴ്ത്തി നിൽക്കയായി. പഞ്ചായത്ത് വികസനകാര്യ സമിതി കമ്മിറ്റി ചെയർമാൻ K ജനാർദ്ദനൻ അധ്യക്ഷനായി. HM ഇൻചാർജ് AP ഷീബ സ്വാഗതം പറഞ്ഞു. ഉപജില്ലാ ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ AK സ്വാദിഷ് പ്രവർത്തന കലണ്ടർ ക്ലബ്ബ് കോർഡിനേറ്റർ K ദിവാകരൻ മാസ്റ്റർ നൽകി പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പാൾ സജീവ് തോമസ്, HM ഫോറം കൺവീനർ K ശ്രീജിത്ത് മാസ്റ്റർ, ജില്ലാ പ്രതിനിധി KP രാമചന്ദ്രൻ, വിദ്യാരംഗം ഉപജില്ലാ വൈസ് ചെയർമാൻ AK സുരേഷ്, NV ദിവ, ആര്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നാട്ടുവർത്താനം 91 ആഴ്ച പിന്നിട്ടു. ഗായകൻ CK സുരേഷ് ബാബു നിളങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല വയോജനവേദി സംഘടിപ്പിച്ച നാട്ടുവർത്തമാനത്തിന്റെ ഭാഗമായി ഓടക്കുഴൽ വാദനവും നാടൻ പാട്ടുകളും അരങ്ങേറി. ഗായകനായ CK സുരേഷ് ബാബു നിളങ്ങലാണ് വിവിധ സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങളെ സംഗീതത്തിന്റെ സുന്ദര ലോകത്തേക്ക് ആനയിച്ചത്. നാടൻ പാട്ടിന്റെ ഈണത്തിനൊത്ത് വയോജനങ്ങൾ നൃത്തം വെച്ചത് വേറിട്ട കാഴ്ചയായി. നാളൊത്തു നേർന്ന വയലിൽ ഒത്തിരി കാരി പൊങ്ങി. ജഗന്നാറുകൊഴുപ്പി പറിച്ച് വെച്ച് മാമ്പള്ളി നിര നിരത്തി 9 വള്ളി നിര നിരത്തി.
കുരുത്തി പറിച്ച് നിര 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 വെച്ച് ഒന്നാം പള്ളി നിരത്തിന 9 പള്ളി നിരത്തി. വായനശാല ഭാരവാഹികളായ കെ സനിൽകുമാർ, KP രാമകൃഷ്ണൻ, E രാജൻ, M ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താർ ജീപ്പ് പിന്തുടർന്ന് പാനൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിൽ. അറസ്റ്റിലായത് കൂത്തുപറമ്പ് സ്വദേശികൾ. സ്വകാര്യ ബസ്സിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്ക് 5 വർഷം തടവും പിഴയും. പഴയങ്ങാടിയിലെ D രുദീഷിനെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം തലശ്ശേരി കോടതി ശിക്ഷിച്ചത്. കണ്ണൂരിൽ 1 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിൽ വീഴ്ചയെന്ന് പരാതി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. അമൃത് ഭാരതിൽ മുഖം മിനുക്കിയതിനു പിന്നാലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മസാജ് സെന്ററും ബാർബർ ഷോപ്പും സൂപ്പർ മാർക്കറ്റും വരുന്നു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ റൂമും സജ്ജീകരിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.